നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രതിദിനം 80 ടെസ്റ്റുകൾ, വാഹനത്തിൽ ക്യാമറ, ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരിച്ച് സർക്കാർ ഉത്തരവ്. നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി നോക്കാം. സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കരണങ്ങൾ പ്രാബല്യത്തിൽ വന്നു കഴിഞ്ഞു. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് പ്രതിദിനം 80 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. എന്തൊക്കെ നിർദ്ദേശങ്ങളാണെന്ന് വിശദമായി നോക്കാം. 2 മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടേഴ്സ് ഉള്ള സ്ഥലത്ത് പ്രതിദിനം 80 ടെസ്റ്റുകൾ മാത്രമേ നടത്താൻ പാടുള്ളൂ. 18 വർഷം വരെ പഴക്കമുള്ള വാഹനങ്ങൾ ടെസ്റ്റിന് ഉപയോഗിക്കാം. ടെസ്റ്റ് വാഹനങ്ങളിൽ ക്യാമറ വയ്ക്കുന്നതിന് മോട്ടോർ വാഹന വകുപ്പ് നടപടി സ്വീകരിക്കും. ഡ്രൈവിംഗ് ടെസ്റ്റിനായി സ്ലോട്ട് ലഭിച്ചവർക്കുള്ള ബുദ്ധിമുട്ടുകൾ പരിഹരിക്കാൻ കൂടുതൽ ഉദ്യോഗസ്ഥരെ ഉൾപ്പെടുത്തി അധികമായി ടെസ്റ്റുകൾ നടത്തുമെന്ന് ഗതാഗത കമ്മീഷണർ അറിയിച്ചു. ലേണേഴ്സ് ടെസ്റ്റ് പാസ്സായ 2,24,972 പേരാണ് കേരളത്തിലുള്ളത്. ഇവർക്ക് കാര്യക്ഷമത കുറയാതെയുള്ള ടെസ്റ്റ് നടത്തും. അധിക ടെസ്റ്റുകൾ നടത്താൻ റീജിയണൽ RTOമാർ നടപടി സ്വീകരിക്കണമെന്ന് കമ്മീഷണർ നിർദ്ദേശം നൽകി. ലൈസൻസ് ഫീസും ചാർജുകളും: ലേണേഴ്സ് ലൈസൻസ് 150 രൂപ, ലേണേഴ്സ് ലൈസൻസ് ടെസ്റ്റ് അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ടെസ്റ്റ് 50 രൂപ, ഡ്രൈവിംഗ് ടെസ്റ്റ് അല്ലെങ്കിൽ ആവർത്തിച്ചുള്ള ടെസ്റ്റ് 300 രൂപ, ഡ്രൈവിംഗ് ലൈസൻസ് ഇഷ്യൂ 200 രൂപ, ഇന്റർനാഷണൽ ഡ്രൈവിംഗ് പെർമിറ്റ് 1000 രൂപ, ലൈസൻസിലേക്ക് മറ്റൊരു വാഹന വിഭാഗം ചേർക്കാൻ 500 രൂപ, ഡ്രൈവിംഗ് ലൈസൻസ് പുതുക്കൽ 200 രൂപ, വൈകി പുതുക്കൽ 1300 രൂപ. ഡ്രൈവിംഗ് ഇൻസ്ട്രക്ഷൻ സ്കൂളിനുള്ള ഡ്യൂപ്ലിക്കേറ്റ് ലൈസൻസ് 5000 രൂപ, ലൈസൻസിംഗ് അതോറിറ്റിയുടെ ഉത്തരവുകൾക്കെതിരെ അപ്പീൽ 500 രൂപ, ഡ്രൈവിംഗ് ലൈസൻസിലെ വിലാസമോ മറ്റു വിവരങ്ങളോ മാറ്റുക 200 രൂപ. എന്തായാലും ഡ്രൈവിംഗ് ടെസ്റ്റ് മാനദണ്ഡങ്ങൾ പരിഷ്കരിച്ചുകൊണ്ട് സർക്കാർ ഉത്തരവിറക്കിയിരിക്കുകയാണ്. മന്ത്രി ഗണേഷ് കുമാർ ഡ്രൈവിംഗ് സ്കൂളിൽ സംഘടനകളുമായി ചർച്ച നടത്തി ധാരണയിൽ എത്തിയതിനു പിന്നാലെയാണ് പുതിയ ഉത്തരവ് ഇറങ്ങിയിരിക്കുന്നത്. ഒരു MVI മാത്രമുള്ള സ്ഥലത്ത് പ്രതിദിനം 40 ടെസ്റ്റുകൾ നടത്താവുന്നതാണ്. 25 പുതിയ അപേക്ഷകർ, 10 റീടെസ്റ്റ് അപേക്ഷകർ, 5 പേർ പഠനാവശ്യം ഉൾപ്പെടെ വിദേശത്ത് പോകേണ്ടവരോ വിദേശത്ത് നിന്ന് ലീവിന് വന്ന് മടങ്ങി പോകേണ്ടവരോ എന്ന രീതിയിലാകണം ടെസ്റ്റ് നടത്തേണ്ടത്. റോഡ് സുരക്ഷ മുൻനിർത്തി ഗ്രൗണ്ട് ടെസ്റ്റിന് ശേഷം റോഡ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരും. റോഡ് ടെസ്റ്റുകൾ കൃത്യമായി നിയമക്രമം പാലിച്ച് റോഡിൽ തന്നെ നടത്തണം. ടെസ്റ്റിനെത്തുന്നവർക്ക് മോട്ടോർ വാഹന ചട്ടം അനുശാസിക്കുന്ന നിയമങ്ങളെക്കുറിച്ച് ശരിയായ അറിവുണ്ടെന്ന് പരിശോധകർ ഉറപ്പുവരുത്തണം. മോട്ടോർ വാഹന നിയമത്തിൽ അനുശാസിക്കുന്ന എല്ലാ പരിശോധനാ ഘടകങ്ങളും ഉൾപ്പെടുത്തി ബസ്സുകൾക്ക് പുതിയ ഡിസൈൻ തയ്യാറാക്കി ഡ്രൈവിംഗ് സ്കൂളുകൾ 1 മാസത്തിനകം ഗതാഗത കമ്മീഷണർക്ക് സമർപ്പിക്കണം. മോട്ടോർ വാഹന നിയമത്തിലെ വ്യവസ്ഥയനുസരിച്ച് ഓരോ ഡ്രൈവിംഗ് സ്കൂളിനും യോഗ്യതയുള്ള ഒരു ഡ്രൈവിംഗ് ഇൻസ്പെക്ടർ ഉണ്ടെന്നും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷകരെ ഹാജരാക്കുമ്പോൾ ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സാന്നിധ്യമുണ്ടെന്നും ഉറപ്പാക്കണം. റോഡ് സുരക്ഷ കണക്കിലെടുത്ത് ഡ്യുവൽ ക്ലച്ച് ബ്രേക്ക് സംവിധാനമുള്ള വാഹനങ്ങളിൽ ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന രീതി തുടരാവുന്നതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് ഗ്രൗണ്ടുകൾ പൂർണ്ണമായും സർക്കാർ ഉടമസ്ഥതയിലാക്കാനുള്ള നടപടികൾ വേഗത്തിലാക്കുന്നതിനും ഇതിനായി പരമാവധി റവന്യൂ, തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, KSRTC എന്നിവയുടെ ഉടമസ്ഥതയിലുള്ള ഭൂമി ഉപയോഗപ്പെടുത്തുന്നതിനുള്ള ക്രമീകരണങ്ങൾ ഗതാഗത കമ്മീഷണർ സ്വീകരിക്കേണ്ടതാണ്. ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന വാഹനങ്ങളിലും ടെസ്റ്റ് ഗ്രൗണ്ടുകളിലും RTO അല്ലെങ്കിൽ സബ് RTO ഓഫീസുകളിലും ക്യാമറ സ്ഥാപിക്കുന്നതിനുള്ള നടപടികൾ മോട്ടോർ വാഹന വകുപ്പ് സ്വീകരിക്കണം. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിനായി ഉപയോഗിക്കുന്ന ടെസ്റ്റിംഗ് വാഹനങ്ങൾ മോട്ടോർ വാഹന വകുപ്പ് സ്വന്തം നിലയിൽ ഏർപ്പാടാക്കുന്നത് പരിഗണിക്കണം. സ്വന്തമായി വാഹനം ഓടിച്ച് പഠിക്കാനും ഡ്രൈവിംഗ് ടെസ്റ്റിന് അപേക്ഷിക്കാനും സ്വന്തം വാഹനം ഉപയോഗിച്ച് ഡ്രൈവിംഗ് ടെസ്റ്റിന് ഹാജരാകാനുമുള്ള അവസരം ഉറപ്പുവരുത്തണം. ആഴ്ചയിൽ 2 ദിവസം വാഹനങ്ങളുടെ ഫിറ്റ്നസ് ടെസ്റ്റ് നടത്തണം. ഫിറ്റ്നസ് ടെസ്റ്റിന് വാഹനങ്ങൾ ഇല്ലാതിരിക്കുന്ന സാഹചര്യത്തിൽ മാത്രം ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്താവുന്നതാണ് എന്നതടക്കമുള്ള നിർദ്ദേശങ്ങളാണ് സർക്കുലറിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.